വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സ്റ്റോറി ആയിട്ടുള്ള 6 ഡോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോറീൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. ഇവിടെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. The infection spread to my other eyes until I could see nothing at all. No trees or sparrows, no faces, no loaves of bread. അപ്പം എന്താണ്, ലൂയിസിന്റെ കണ്ണില് ഒരു കണ്ണില് എന്താണ് സ്പ്രെഡായ ഇൻഫെക്ഷൻ അടുത്ത കണ്ണിലേക്ക് സ്പ്രെഡായി എന്താണ് ലൂയിസിന് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിലുള്ള ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി എ, വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലൂയിസ് മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. അപ്പൊ എന്താണ്, ലൂയിസിന്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ, തോട്ട്സ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു തോട്ട്, എന്താണ് ഹൗ ക്യാൻ ഐ റീഡ്, എനിക്ക് എങ്ങനെയാണ് വായിക്കാൻ പറ്റുക, ഇനി എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി എനിക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് ലൂയിസിന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടന്നുപോയി. അടുത്ത തോട്ട് ഒരെണ്ണം കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ഐ കാൻ സീ മൈ പാരൻസ്, എൻ്റെ മാതാപിതാക്കളെ ഇനി എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് ലൂയിസ് മനസ്സിൽ ഓർക്കുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള ഇനി എന്തൊക്കെ തോട്ട്സ് ലൂയിസിന്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവുക, അത് നമ്മളോട് എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ഹൗ ക്യാൻ ഐ സീ ദ നേച്ചർ. ഓക്കെ, പ്രകൃതിയെ ഇനി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഇനി ഞാൻ എങ്ങനെ പ്രകൃതിയിലുള്ള ഓരോരോ എന്താണ് ഇലകൾ വീഴുന്നതും ചെടികളെയും പക്ഷികളെയും അവരെയൊക്കെ ഞാൻ എങ്ങനെ കാണാം എന്നുള്ള രീതിയിൽ എഴുതാം. അടുത്തത് നമുക്ക് നോക്കിയാലോ. ഹൗ ക്യാൻ ഐ ഗോ ടു സ്കൂൾ, ഈ കണ്ണ് കാണാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെ സ്കൂളിലേക്ക് പോകും എന്ന് ലൂയിസിന്റെ മനസ്സിൽ ലൂയിസ് ഓർക്കുകയാണ്. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് 2 കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. അപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണിത്. അപ്പം എന്താണ്, ലൂയിസിന്റെ ഐസൈറ്റ് പോയ കാര്യം ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ സ്റ്റാർട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്, ഐ വണ്ടർ ഹൗ ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്കത് എങ്ങനെ എഴുതാൻ നോക്കാം. എവരിതിങ്സ് ഗോൺ ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം എന്താണ് ഇരുട്ടായി മാറി. ഐ കീപ് വെയിറ്റിംഗ് ഫോർ മൈ ഐസ് ടു അഡ്ജസ്റ്റ്. അപ്പൊ എന്താണ്, ലൂയിസിന്റെ കണ്ണുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഫോർ സം ഗ്ലിമ്മർ ഓഫ് ലൈറ്റ് ടു സീപ് ത്രൂ. എന്താണ് ലൂയിസ് വെയിറ്റ് ചെയ്യായിരുന്നു, എന്താണ് അവന്റെ കണ്ണുകളിലൂടെ ചെറിയ ലൈറ്റ് എങ്കിലും അവന്റെ കണ്ണിലൂടെ പോയിട്ട് കാഴ്ച കിട്ടാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യായിരുന്നു. ബട്ട് ദേർസ് നത്തിങ്, പക്ഷെ എന്താണ് അതൊന്നും നടന്നില്ല. നോ ഷെയ്ഡ്സ് ജസ്റ്റ് ആൻ എൻലെസ് ബ്ലാക്ക്നെസ്. അപ്പൊ എന്താണ് ഒരു ഷേപ്പുകളും ഇല്ല, ഒരു നിഴലുകളും ഇല്ല. പിന്നെ എന്താണ് അവന്റെ കണ്ണിൽ ഉണ്ടായിരുന്നത്, ഫുൾ ബ്ലാക്ക്നെസ്, ഇരുട്ട് മാത്രമാണ് അവന്റെ കണ്ണിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഐ മിസ് ദ സിമ്പിൾ തിങ്സ്, എന്താണ് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് വേ സൺലൈറ്റ് ഫിൽറ്റേഴ്സ് ത്രൂ ദ ലീവ്സ്, എങ്ങനെയാണ് സൺലൈറ്റ് ഇലകളുടെ പാസ് ചെയ്തിട്ട് എന്താണ് സൂര്യപ്രകാശം നിലത്തേക്ക് വരുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇത് സ്പാർക്കിൾ ഇൻ എ സ്പാരോസ് ഐസ്, എന്താണ് ഒരു കുരുവിന്റെ കണ്ണിലുള്ള സ്പാർക്ക്, അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ദ വാംത്ത് ഓഫ് ഫ്രഷി ബേക്ക്ഡ് ബ്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ സമയത്ത് ഒരു ഫ്രഷ് സ്മെൽ ഉണ്ടാവില്ലേ, അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഫേസസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് മുഖങ്ങളും. മൈ ലൗഡ് വൺസ് സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ സ്നേഹിക്കുന്നവരുടെ ചിരികൾ അവൻ മിസ് ചെയ്യുന്നുണ്ട്. ദ ജെന്റിൽ ലൈൻസ് ഓൺ ദ ഫ്രണ്ട്സ് ഫേസ്, എന്താണ് അവന്റെ കൂട്ടുകാരന്റെ ഫേസിലുള്ള ഓരോ വരകളും ചുക്കും ചുളിവും അവന് മിസ് ചെയ്യുന്നുണ്ട്. ഓൾ ഗോൺ, എല്ലാം പോയി. ഐ ആം ട്രാപ്ഡ് ഇൻ ദിസ് ഡാർക്ക്നെസ്, ഞാൻ ഈ ഇരുട്ടിൽ
അകപ്പെട്ടുപോയി. അൺഎബിൾ ടു എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് എനിക്കില്ല. വാട്ട്സ് ലെഫ്റ്റ് ഫോർ മീ നൗ, ഇനി എനിക്ക് എന്താണ് ബാക്കിയുള്ളത് എന്നാണ് ലൂയിസിന്റെ തോട്ട്സ് ആയിട്ട് ഈ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ രീതിയിലും ലൂയിസിന്റെ തോട്ട്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ ആ രീതിയിൽ വേണമെങ്കിലും ലൂയിസിന്റെ തോട്ട്സ് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ആക്ടിവിറ്റി നമ്പർ 2 ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് ലൂയിസ് ടു ദ സ്കൂൾ ലൈബ്രറി. അപ്പം എന്താണ്, സ്കൂളിൽ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിൽ ലൂയിസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ വിഷ്വലി ചലഞ്ച്ഡ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ ക്യാൻ ബി ഗൈഡഡ് ടു ഫൈൻഡ് ദെയർ വേ. റൈറ്റ് ഡൗൺ ദ ഡയറക്ഷൻ. അപ്പം എങ്ങനെയാണ്, വിഷ്വലി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ കണ്ണിന് പല വിധത്തിലായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത്, അവർക്ക് എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ കണ്ണ് കാണാത്തൊരു കുട്ടീനെ നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ്, അപ്പം നമുക്ക് സ്കൂളിലേക്ക് അവർ ആദ്യം വരുന്ന ടൈമിൽ ഒരു ഫസ്റ്റ് വീക്കൊക്കെ അവർക്ക് നമുക്കിങ്ങനെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ദിവസവും കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ മൈൻഡിൽ ഓർമ്മ നിൽക്കുകയും പിന്നെ അവരത് സ്വന്തം ഓർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. അപ്പം നമുക്ക് ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ കണ്ണ് കാണാത്ത കുട്ടിക്ക് എവിടെയൊക്കെ പോകേണ്ടി വരും, ഒന്നെങ്കിൽ ഓഫീസിൽ പോകേണ്ടി വരും, പിന്നെ അവരുടെ ക്ലാസ് റൂം കണ്ടുപിടിക്കേണ്ടി വരും, പിന്നെ അവർക്ക് ബാത്റൂമിൽ പോകാൻ ടോയ്ലറ്റിൽ പോകേണ്ടി വരും, ക്യാൻറ്റീനിൽ പോകേണ്ടി വരും, ലൈബ്രറിയിൽ പോകേണ്ടി വരും. അപ്പം ഇങ്ങനത്തെയൊക്കെ ഡയറക്ഷൻസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? അപ്പം വിഷ്വലി കാണാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, അവർക്ക് ഫസ്റ്റ് ഗൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യാം. ഗോ സ്ട്രേറ്റ് ഫ്രം ദ ഗേറ്റ് യു വിൽ റീച്ച് ദ മെയിൻ ഓഫീസ്. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം നിങ്ങൾ ഗേറ്റിൻ്റെ അവിടം വരെ നിങ്ങളെ പാരൻസോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറോ അങ്ങനെ ആരെങ്കിലും കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മൂവ് ചെയ്യണം. അപ്പം എന്തേ പറയുക, ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നാൽ എങ്ങോട്ടെത്തും, മെയിൻ ഓഫീസിലേക്ക് എത്തും എന്ന് പറയാം. ടേക്ക് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഓഫീസ് യു വിൽ റീച്ച് ക്ലാസ് റൂംസ് 1 to 10. അപ്പം എന്താ, ഓഫീസിൻ്റെ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ഓഫീസിലെത്തും. ഓഫീസിലെത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ക്ലാസ് റൂമുകൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ് റൂമുകൾ ഓർഡർ ആയിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ എന്ത് പറയാം, ദ ലൈബ്രറി വിൽ ബി ഓൺ യുവർ റൈറ്റ് സൈഡ് ഫ്രം ദ ഓഫീസ്. അപ്പം എന്താ, ഓഫീസിന് ലെഫ്റ്റ് സൈഡ് പോയാൽ ക്ലാസ് റൂമുകളാണ്, റൈറ്റ് സൈഡ് പോയാൽ ലൈബ്രറി ആണ്. You will feel a slight change in the texture of the floor. അപ്പം എന്താ, ലൈബ്രറീൻ്റെ സൈഡിലുള്ള ഫ്ലോറിന് സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അവിടെ എത്തുന്ന സമയത്ത് അവരത് ഫീൽ ചെയ്തിട്ട് ലൈബ്രറീൻ്റെ സൈഡിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകും. പിന്നെന്താ, എൻ്റർ ദ ലൈബ്രറി ആൻഡ് ആസ്ക് ദ ലൈബ്രറിയൻ ഫോർ അസിസ്റ്റൻസ്. അപ്പം ലൈബ്രറിയിൽ നമ്മൾ സാധാരണ എന്തിനാണ് പോകുന്നത്, ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്യാനൊക്കെ ആയിട്ടാണ്. അപ്പം ഈ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓഡിയോ ബുക്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം ലൈബ്രറിയിൽ പോയിട്ട് ലൈബ്രറിയനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലൈബ്രറിയൻ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, ടേക്ക് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ലൈബ്രറി യു വിൽ റീച്ച് ക്യാൻറ്റീൻ ആൻഡ് റെസ്റ്റ് റൂം. അപ്പം ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞാൽ ലൈബ്രറിയിലെ ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്, ക്യാൻറ്റീനും റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ആണ്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്ലൂസ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ഡിഡ് യു നോട്ടീസ് എനി വേർഡ് വിത്ത് അപ്പോസ്ട്രോഫി ഹിയർ? അപ്പോസ്ട്രോഫീസ് ഉള്ള വേർഡ്സ് നിങ്ങളിവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ യു അണ്ടർലൈൻ സച്ച് വേർഡ്സ്? അപ്പോൾ എന്താ, അങ്ങനെ അപ്പോസ്ട്രോഫി ഉള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഇവിടെ നോക്കിയാലേ അറിയാം അപ്പോസ്ട്രോഫി ഉള്ള വേർഡ്സ് ഏതൊക്കെയുള്ളത്. ഒന്നെന്താണ്, ഐ ആം. ഓക്കെ, ഐ ആം. പിന്നെന്താ, ഡിഡിൻറ്റ്. ഓക്കെ, ഇതൊക്കെ അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ, ഐ പിന്നെ ഇങ്ങനെ ഇടുന്നതിനാണ് അപ്പോസ്ട്രോഫി എന്ന്
ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ ആം എന്ന് ഷോർട്ടായിട്ട് എഴുതുന്നതാണ് അപ്പോസ്ട്രോഫി ഇട്ടിട്ട്. ഡിഡ് നോട്ട് എന്ന് പറയുന്നത് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഷോർട്ടായിട്ട് എഴുതുന്നതാണ് ഡിഡിൻറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിഡ് നോട്ട്, ഐ ആം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? ഇങ്ങനത്തെ ഫോംസിനെ നമ്മൾ എന്താണ് പറയുക? കോൺട്രാക്റ്റഡ് ഫോംസ് എന്നാണ് പറയുക. എന്താണ് പറയുക? ദേ ആർ കോൾഡ് കോൺട്രാക്റ്റഡ് ഫോംസ്. ഓക്കെ, അപ്പൊ എന്താണ് കോൺട്രാക്റ്റഡ് ഫോംസ് നമുക്ക് നോക്കാം. കോൺട്രാക്റ്റഡ് ഫോംസ് ആർ ഷോർട്ടൻഡ് വേസ് ഓഫ് റൈറ്റിംഗ് ടു വേർഡ്സ് ടുഗെദർ. ഇവിടെ എന്താണ്? ടു വേർഡ്സ് ആണ്, രണ്ട് വേർഡ്സ് ഒരുമിച്ച് ചെറുതായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺട്രാക്റ്റഡ് വേർഡ്സ് എന്ന് പറയുക. We use an apostrophe to replace the missing letters, letter or letters. അപ്പോൾ എന്താണ് മിസ്? ഇപ്പം ഇവിടെ എന്താണ് മിസ് ചെയ്യുന്നത്? ഐ കറക്റ്റ് ആണ്, ആം എന്നുള്ളതിൻ്റെ എ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം എക്ക് പകരമാണ് നമ്മൾ എന്തിടുന്നത്? അപ്പോസ്ട്രോഫി ഇടുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഡിഡിൻറ്റ് ആണ്. അപ്പം എന്താണ്? ഡിഡ് നോട്ട് എന്നാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. അപ്പം ഈ നോട്ടിന് പകരം നമ്മൾ എന്തിടും? ഡിഡ് എന്ന് അപ്പോസ്ട്രോഫി ടി ഇടും. ഓക്കെ, അപ്പം മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ അല്ലെങ്കിൽ ലെറ്റേഴ്സിനെ നമ്മൾ എന്ത് വെച്ച് മാർക്ക് ചെയ്യും? അപ്പോസ്ട്രോഫി വെച്ച് മാർക്ക് ചെയ്ത് ഷോർട്ട് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? കോൺട്രാക്റ്റഡ് ഫോംസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗെയിൻ. Find out sentences with contracted forms and write them in the space provided. അപ്പോൾ എന്താണ്? നിങ്ങൾ വീണ്ടും സ്റ്റോറിയിലേക്ക് തിരിച്ചു പോയിട്ട് ആ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കോൺട്രാക്റ്റഡ് ഫോംസും ഇവിടെ എഴുതിയിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ഇപ്പം എന്താണ് റെഫർ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി അത് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്താ? യു ആർ ടു കെയർലെസ് ലൂയിസ്. ഇത് മൊത്തം ഞാൻ എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്? നിങ്ങളുടെ ടെക്സ്റ്റിലെ 6 dots എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കോൺട്രാക്റ്റഡ് ഫോംസ് ആണ്. ആ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റഡ് ഫോംസ് കൊടുത്തിരിക്കുന്ന സെന്റൻസ് അതേപോലെ ഞാൻ എഴുതിയിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. യു ആർ ടു കെയർലെസ് ലൂയിസ്. ഇവിടെ എന്താണ്? യു ആർ. ഇവിടെ എന്താണ്? കോൺട്രാക്റ്റഡ് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ആർ അപ്പോസ്ട്രോഫി കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഫോം എന്താണ്? യു ആർ, എ ആർ ഇ. എ ആർ ഇന് പകരം എന്താണ്? അപ്പോസ്ട്രോഫി ആർ ഇ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐ കുഡിൻ കീപ് ദം എവേ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കത് ദൂരത്തേക്ക് വെക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ്. കുഡിൻറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റഡ് ഫോം ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? could not. Okay, next one നോക്കാം. I didn't mean to make things worse. ഇവിടെ ഏതാണ് വരിക? I didn't. ഡിഡിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? did not. ഓക്കെ, did നോട്ടിന് പകരം NOTക്ക് പകരം N അപ്പോസ്ട്രോഫി T കൊടുത്തിരിക്കുന്നു. ഓക്കെ, I am sorry. am sorry. am അപ്പോസ്ട്രോഫി M ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോം? I am sorry. You are each holding a message. You are നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. You are. It wasn't easy. wasn't അടുത്ത് ഇത് കോൺട്രാക്റ്റഡ് ഫോം ആണ്. എക്സ്പാൻഡഡ് ഫോം എന്താ? was not. It was not easy. അതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് എന്ത് പറയും? It wasn't easy. Okay. Why shouldn't we spell words and write sentences like people with normal eyesight? Shouldn't. ഇവിടെ shouldn't ആണ് കോൺട്രാക്റ്റഡ് ഫോം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? should not. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് എന്താണ് കോൺട്രാക്റ്റഡ് ഫോമും എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോമും എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പൊ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. നീനു ഈസ് ലുക്കിംഗ് ഫോർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കോൺട്രാക്റ്റഡ്. അപ്പൊ നീനു എന്താണ്? വേർഡ്സ് നോക്കുകയാണ്. എന്താണ്? കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിനെ നോക്കുകയാണ്. ഇൻ ദ ഫോളോയിങ് സെന്റൻസ് ക്യാൻ യു ഹെൽപ്പ് ഹെർ ഫൈൻഡ് ആൻഡ് റൈറ്റ് ദം ബിലോ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പൊ എന്താണ്? നീനുവിന് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാനുണ്ട്. അപ്പം അവളെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. കോൺട്രാക്റ്റഡ് വേർഡ്സ്. ഓക്കെ, ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ. ഓക്കെ, അപ്പൊ ദേ വില്ലിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ദേ വില്ലിന് എഴുതുക? ദേ അപ്പോസ്ട്രോഫി ഡബിൾ എൽ. ഓക്കെ, അതാണ് ദേ വില്ലിന്റെ
contracted form. Okay, next നമുക്ക് നോക്കിയാലോ. As planned, we are going to the beach in the evening. അപ്പൊ എന്താണ്? As planned, we are. അപ്പൊ നമ്മൾ എന്താ, ഇതിനു മുന്നേ നമ്മൾ we are കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ we are എങ്ങനെയാ കോൺട്രാക്റ്റഡ് ഫോമിൽ എഴുതുക? we apostrophe re. ഓക്കെ, എന്നിട്ട് ബാക്കി സെന്റൻസ് അതേപോലെ എഴുതുക. As planned, we are going to the beach in the evening. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The children were excited. They had never seen such a beautiful festival. ഇവിടെ എന്ന് പറയുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുമായിരിക്കും. They had ആണ്. ഓക്കെ, they hadനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. The children were excited. എന്താണ്? കുട്ടികളെല്ലാം ആകാംക്ഷഭരിതരായിട്ട് ഇരിക്കുമായിരുന്നു. They had never seen such a beautiful festival. അവരെന്താണ്? ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താ? they hadനെ നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റഡ് ഫോമിൽ എഴുതുക? they apostrophe d എന്നാണ് എഴുതുക. ഇത് കോൺട്രാക്ഷൻ in the sentences they had is not present but had is used. However, they have could be a contraction. ഇപ്പം എന്താണ്? they had എന്നുള്ള കാരണം they apostrophe d വന്നു. ഓക്കെ, ഇപ്പൊ they have എന്നാണെങ്കിൽ എന്ത് വരും? they apostrophe he എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. I have always wanted to visit the backwaters. എന്താണ്? എനിക്ക് എപ്പോഴും ബാക്ക്വാട്ടേഴ്സ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, I have. അപ്പൊ എന്താണ്? I apostrophe ve എന്നാണ് I haveന്റെ കോൺട്രാക്റ്റഡ് ഫോം. Where is the school located? എവിടെയാണ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പൊ where is എന്നുള്ളതിന് where apostrophe s ഇട്ട് കഴിഞ്ഞാൽ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് എന്തായി? where is ആയി. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4. ഓക്കെ, Dr. Pignier introduced a new pattern of codes. Louis could read the message by touch. He felt excited. Imagine that Louis were living in our times. He rang up his father at night. Write a possible telephonic conversation between Louis and his father. അപ്പൊ എന്താണ്? ഡോക്ടർ പിഗ്നിയർ ഒരു പുതിയ പാറ്റേൺ ഓഫ് കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കോഡ്സ് ആർക്ക് റീഡ് ചെയ്യാൻ പറ്റി? ലൂയിസിന് റീഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ലൂയിസിന് എന്താണ്? അത് റീഡ് ചെയ്യാൻ പറ്റിയ സന്തോഷമായി. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല്, ഇപ്പത്തെ സമയം പോലെ ലൂയിസ് എന്താണ്? ലൂയിസിന്റെ ഫാദറിനെ വിളിച്ചിട്ട് ഈ സന്തോഷ വിവരം ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആയിട്ട് ലൂയിസിന്റെ ഫാദറും സംസാരിക്കുന്ന പോലെ എഴുതാനാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ഞാൻ ലൂയിസിന്റെ കോൺവെർസേഷൻ റെഡിലും ഫാദറിന്റെ കോൺവെർസേഷൻ ബ്ലാക്കിലുമാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം. ലൂയിസ്, പപ്പ, I have got some amazing news. എനിക്ക് എന്താണ്? അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പപ്പയോട് പറയാനുണ്ട്. Dr. Pignier has introduced a new code system that I can read it by touch. അപ്പൊ ലൂയിസ് പറയാണ്, ഡോക്ടർ പെഗ്നിയർ പുതിയൊരു പാറ്റേൺ ഓഫ് കോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ടച്ച് ചെയ്തു എനിക്ക് വായിക്കാൻ പറ്റിയെന്ന് പപ്പയോട് സന്തോഷത്തോട് പറയാണ്. അപ്പൊ പപ്പ എന്ത് പറയാണ്? ഫാദർ എന്ത് പറയാണ്? ദാറ്റ്സ് വണ്ടർഫുൾ ലൂയിസ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്? അത് അടിപൊളിയായിട്ടുണ്ടല്ലോ ലൂയിസ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഫാദർ ലൂയിസിനോട് ചോദിക്കുകയാണ്. അപ്പൊ ലൂയിസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇറ്റ്സ് എ സീരീസ് ഓഫ് റേസ്ഡ് ഡോട്ട്സ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ലെറ്റർ ആൻഡ് വേർഡ്സ്. അപ്പൊ അതെന്താണ്? ലൂയിസ് പറയാണ് അതെന്താണ്? അത് ഉയർച്ചയും താഴ്ചയുള്ള ഡോട്ട്സ് ആണ്. ആ ഡോട്ട്സ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലെറ്റേഴ്സിനെയും വേർഡ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ ക്യാൻ റീഡ് എൻറ്റയർ മെസ്സേജ് ജസ്റ്റ് ബൈ ഫീലിംഗ് ദ പാറ്റേൺ. അപ്പൊ ലൂയിസ് പറയാണ് എനിക്കത് തൊട്ട് കഴിഞ്ഞ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻറ്റയർ മെസ്സേജ് വായിക്കാൻ കഴിയുന്ന ലൂയിസ് ഫാദറിനോട് പറയാണ്. അപ്പൊ ഫാദർ എന്താ പറയാ? ദാറ്റ്സ് ഇൻക്രെഡിബിൾ, അത് അടിപൊളിയാണ്. യു ആർ ഗോയിങ് ടു റെവല്യൂഷനൈസ് കമ്മ്യൂണിക്കേഷൻ ഫോർ ദ ബ്ലൈൻഡ്. അപ്പൊ എന്താണ്? നിങ്ങൾ എന്താണ് ബ്ലൈൻഡിന്റെ ഇടയിൽ ഇതൊരു റെവല്യൂഷനൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ എന്ന് അവർ പറയാണ്. എന്താണ്? ഞാൻ നിന്നിൽ അഹങ്കരിക്കുന്നു എന്ന് ഫാദർ ലൂയിസിനോട് പറഞ്ഞു. അപ്പൊ ലൂയിസ് എന്താ പറയാ? താങ്ക്സ് പപ്പ, ഐ ആം എക്സൈറ്റഡ് ടു ലേൺ മോർ ആൻഡ് ഷെയർ ദിസ് വിത്ത് അതേഴ്സ്. അപ്പൊ ലൂയിസ് പറയാണ് എനിക്ക് ഇതിലും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നിട്ട് ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് ലൂയിസ് പറയാണ്. അപ്പൊ ഫാദർ പറയാണ്
കീപ് വർക്കിംഗ് ഹാർഡ് ലൂയിസ്, യു ആർ മേക്കിംഗ് ഡിഫറൻസ്. എന്താണ് ലൂയിസിനോട് ഫാദർ പറയാണ്, ഹാർഡ് വർക്ക് ചെയ്യ്, നീ എന്താ ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരാൻ നിനക്ക് പറ്റും. ഗെറ്റ് സം റെസ്റ്റ് നൗ, വി ക്യാൻ ടോക്ക് ഫ്രം മോർ ടുമോറോ. അപ്പം ഫാദർ പറയാണ്, നീ ഇത്രയും പഠിച്ചതല്ലേ, അത് കാരണം ഇന്ന് കുറച്ച് റെസ്റ്റ് എടുത്തോ, നാളെ നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ ലൂയിസ് പറയാണ്, ഗുഡ് നൈറ്റ് പപ്പ, ലവ് യു. അപ്പൊ ഫാദർ പറയാണ്, ലവ് യു ടു ലൂയിസ്, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇതേപോലെ ഒരു കോൺവെർസേഷൻ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിലും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്തിട്ട് ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ കൊടുത്ത കോൺവെർസേഷൻ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇതിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് ഫാദർ ആണ്, ഇത് ലൂയിസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? ഹിയർ ഇസ് എ ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് അപ്പിയർഡ് ഇൻ വൺ ഓഫ് ദ ഹെഡ് ലീഡിംഗ് ഡെയിലീസ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പൊ എന്താണ്, ഒരു ന്യൂസ് പേപ്പറിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ വന്നതാണ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Barley's breakthrough, a new alphabet for visually challenged. ഓക്കെ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പാരീസ് 10 ജാനുവരി. അപ്പൊ എവിടെയാണിത്? പാരീസിലാണ്, 10th ജാനുവരി. ലൂയിസ് ബ്രെയ്ലി, a 15-year-old student at Royal School for Blind in Paris, has created a new alphabet to help visually challenged people. The alphabet uses raised dots that can be felt by fingers. The alphabet is easy and quick to read and write. It is expected to change the lives of visually challenged people around the world. It has already become popular in the city. I wanted to help visually challenged people read and write like everyone else. This is just the beginning, Louis told newsmen at Paris. Okay, അപ്പോൾ ഇതാണ് ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. What does the news report tell you? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the invention? അപ്പോൾ ഇൻവെൻഷൻ എന്തായിരുന്നു? ഇത് ഇൻവെൻഷൻ വാസ് അബൌട്ട് എ ന്യൂ ആൽഫബറ്റ് ഫോർ വിഷ്വലി ചലഞ്ച്ഡ്. അത് ഇവിടെ തന്നെയുണ്ട്. എന്താണ് ദ ന്യൂസ് റിപ്പോർട്ട് വാസ്, എന്താണ് ഇറ്റ് വാസ് അബൌട്ട്, എന്താണ് വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ. ഓക്കെ, വിഷ്വലി help visually challenged people, alphabets for visually challenged people. Okay, next question B, who invented it? It was invented by ആരാണ്? ലൂയിസ് ബാർലി. Okay, next one എന്താ? where was it invented? എവിടെയാണ് ഇൻവെന്റ് ചെയ്തത്? റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഇൻ പാരീസ്. ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ എവിടെയാണ് ഞാൻ കാണിച്ചു തരികയാണ്. എവിടെയാണ്? റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഇൻ പാരീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയത്? ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്താണ്, ആൽഫബറ്റ്സ് യൂസ് റേസ്ഡ് ഡോട്ട്സ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ ഫിംഗേഴ്സ്. ഓക്കെ, അപ്പം ഈ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഓക്കെ, അപ്പം ഇതേപോലത്തെ ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? Imagine you are going to visit Louis Braille. What would you ask him about his inspiration, challenges and influence of his invention? Write down a few questions to ask him. അപ്പം എന്താ, നമ്മൾ ഇതിനു മുന്നേയും കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എന്തെങ്കിലും സാധനം തന്നാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ, ഇപ്പോൾ ഒരു ബുക്ക് അവാർഡ്, നോവൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളതല്ലേ, അതേപോലെ കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ്. എക്സാമ്പിളിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. Can you share some of the biggest challenges you faced while creating the code and how did you overcome them? അപ്പം എന്താണ്, ലൂയിസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് ഈ കോഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നത് എന്താണ്, അത് നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് അയാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യങ് പീപ്പിൾ ഹു ആർ ഫേസിങ് സിമിലർ ചലഞ്ചസ് ആൻഡ് സീക്കിംഗ് ടു മേക്ക് എ ഡിഫറൻസ്? അപ്പം എന്താണ്, ഇക്കാലത്തെ യങ് ആയിട്ടുള്ള പീപ്പിൾ എന്താണ്, അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന യങ് പീപ്പിളിന് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യനും ലൂയിസിനോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോയാലോ.
അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ ഇൻവെൻഷൻ കാർഡ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ്, ഇൻവെൻഷൻ അല്ല ഇൻവിറ്റേഷൻ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻവിറ്റേഷൻ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ലൂയിസ് ബാർലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ. അപ്പം എന്താണ്, ലൂയിസിന്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. എപ്പോഴാണ്? 6 PM January 4th 2024 ആണ്. എവിടെ വെച്ചാണ്? റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് പാരീസിലാണ്. ഫോർമൽ വെയർ സജസ്റ്റഡ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. ഇവന്റ് എന്താണ്? ഇവന്റ് എന്ന് പറഞ്ഞാൽ ലൂയിസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ടൈം എപ്പോഴാണ്? 6 PM ആണ്. പിന്നെന്താ, ഡേറ്റ് എപ്പോഴാണ്? January 4th 2024 ആണ്. പിന്നെന്താ, സ്പെഷ്യൽ നോട്ട്സ് എന്താ? ഫോർമൽ വെയർ ധരിച്ചു വരണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. Your school is arranging a program to observe the birth anniversary of famous scientist Dr. C.V. Raman. Prepare an invitation card to inform the public about the event. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എന്താണ്, ലൂയിസിന്റെ ബർത്ത്ഡേന്റെ ഇൻവിറ്റേഷൻ കണ്ടു. അതേപോലെ എന്താണ്, CV രാമന്റെ ബർത്ത് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന്റെ, സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇൻവിറ്റേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവിറ്റേഷൻ കാർഡ് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ തൊട്ട് മുന്നേ കണ്ട് കാർഡ് വെച്ചിട്ട് തന്നെ എഴുതാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ. ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ആരുടെയാണ്? സയന്റിസ്റ്റ് ഡോക്ടർ CV രാമൻ ആണ്. കം ജോയിൻ us ഫോർ ദ ഇവന്റ്. ഇവന്റിലേക്ക് വന്ന് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്? 11 മണിക്ക്, രാവിലെ 11 മണിക്ക് ഒക്ടോബർ 23-നാണ്. എവിടെ വെച്ചാണ്? കേന്ദ്രീയ വിദ്യാലയ, ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ കേന്ദ്രീയ വിദ്യാലയ എന്ന് പറയുന്ന സ്കൂളിലാണ്. പിന്നെ എന്താണ്, ഫോർമൽ ഡ്രസ് കോഡ് സജസ്റ്റഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ എഴുതാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടി കൊടുത്താണ്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ വേറൊരു മോഡലിൽ അത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്കെല്ലാം എന്താണ് 6 ഡോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോറീൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.